Good morning. Good morning. Good morning. Morning. Good morning, Good ma'am. morning. Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. 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 PDF കാണാലോ. ചെറിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. പിന്നെ പറയാം. ഓക്കെ. എന്താടോ പെരുന്നാൾ എന്നായിരിക്കും? ആണോ? ഇത് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്, 20th മാർച്ച് 20-21. നിനക്ക് നിലാവ് തെളിയുന്ന പോലെയല്ലേ പെരുന്നാള്?
ഡ്രസ്സൊക്കെ എടുത്തോ പെരുന്നാളായിട്ട്? ഈ പിറേനല്ലേ നമ്മൾ നിലാവെന്ന് പറയുന്നത് അല്ലെ? എവിടെയെങ്കിലും ഒന്നും കണ്ടാ പോരെ? ഏതെങ്കിലും ഒരു മാസം പറയുക. മോർണിംഗ് വരെ കോഴിക്കോടാണ്. കോഴിക്കോട് കണ്ണന്റെ കുറച്ചു പേരുള്ളല്ലോ. മോർണിംഗ് ആതിര. ഹസീന കോഴിക്കോടാണോ? ഹസീന നിങ്ങൾ എല്ലാവരും ഇത്രയും ദൂരെ ആയതുകൊണ്ട് കോൺവൊക്കേഷൻ ആരും വരാതിരിക്കുമെന്നല്ലോ. എവിടെ എത്ര ദൂരാണെങ്കിൽ വരാൻ നോക്കണം കേട്ടോ. ഇവിടെ അബ്രോഡ് എന്ന് പറയുന്ന കുട്ടികൾ വരാറുണ്ട്. അന്നത്തേക്ക് മാത്രമായിട്ടൊക്കെ ബുക്ക് ചെയ്തൊക്കെ വരാറുണ്ട്. വരാൻ നോക്കണേ. നിങ്ങൾക്ക് പഴയ മെലഡി സോങ്സ് ഇഷ്ടമാണോ പിള്ളേരെ? പഴയ മെലഡികള് മലയാളം എല്ലാരോടും കൂടെ ചോദിച്ചത് ഇഷ്ടമാണോ? ഏറ്റവും ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആരാണ്? ആരാണ്? ജോൺസൺ മാസ്റ്റർ. ശരി. നമ്മൾ ഇഷ്ടമാണ്. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒരു പാട്ട് ചെയ്യുന്ന തുടങ്ങിയാലോ? ഇപ്പോഴും ഈ ട്രേസ് സബ്ജക്റ്റ് അല്ലേ? ഓക്കെ. ന്യൂസ് പിന്നെ പറയാം. നമുക്ക് ജസ്റ്റ് ഒരു പാട്ടിൽ നിന്ന് തുടങ്ങാൻ ക്ലാസ് കേട്ടോ. എപ്പോഴും ഇൻട്രൊഡക്ഷൻ ഒരു ഗുഡ് മോർണിംഗ്, ഹായ്, എന്തൊക്കെയാ, എന്താ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തുടങ്ങാറ് അല്ലെ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ടീച്ചർ നല്ലോണം പാടും, ടീച്ചറിന് പാട്ടൊക്കെ പാടാൻ അറിയാം അല്ലെ? പാട്ടൊന്നും പാടാൻ അറിയില്ല, പക്ഷെ പാട്ട് പാടും. ജോബ്സാണ് സൂപ്പറായിട്ട് പാടും. യെസ്. ഓക്കെ, റെഡി. ഞാൻ പഠിച്ചിട്ടില്ല, അത് മാത്രം പഠിച്ചിട്ടുള്ളത്. 37 ആയി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശബ്ദം ക്ലിയർ ആണോ?
വയലിൽ പുതുമഴയാവേവാ അതിനാടകളാ വയലുകൾ കദളി ചാത്തും പൊളിരായിവാ വയലിൽ പുതുമഴയായി വാ കളിയാടകളാ വയലുകൾ കദളികൾ ചാത്തും ഇളവേക്കുവാനൊരു പൂങ്കൊടിൽ നറുമുന്തിരി കളിപ്പന്തലും മുഴുവൻ പട്ടുമോലികളിൽ മുത്തായി ആകാശമാകെ കണിമലർ കതിരുമാ ആകാശമാകെ കണിമലർ കതിരുമായി പുലരും ആകാശമാകെ ഓക്കെ ശരി. തുടങ്ങാം. എന്നും ഒരു ഗുഡ് മോർണിംഗിൽ തുടങ്ങണല്ലേ ഒത്തിരി മാർക്ക് പറയണം കേട്ടോ. താങ്ക് യു. പറയും ചാപ്റ്റർ 9 സ്റ്റാർട്ട് ചെയ്യാം. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. കോൺവെക്കേഷനിലേക്ക് വരുമ്പോ പാട്ടൊക്കെ പാടാന്ന് അറിയാമെങ്കിൽ എല്ലാവരും ഒന്ന് പാട്ടൊക്കെ പാടിക്കും കേട്ടോ. എനിക്കുള്ളൊരു അവസരമാണ് അന്നത്തെ ദിവസം. ഇൻട്രൊഡക്ഷൻ നോക്കാം. Patient satisfaction is a comparative phenomenon which has been around since the 1960s, but active research on the topic was started in the late 1970s and early 1980s. This led to substitution of the idea of quantity of life by a more patient-centered concept of quality of life. Patient satisfaction incorporates the patient perceived requirement, expectation, and the health system and experience of health care. This multi-dimensional concept consists of both the medical and non-medical aspects of health care. Okay, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടാണ്. അതെ, ഒരു ഹോസ്പിറ്റലിലെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സംതൃപ്തി നേടുക എന്നുള്ളതാണ് അല്ലെ. അപ്പോ ഈ ഒരു ഫിനോമിന അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ രോഗികളുടെ സംതൃപ്തി എന്നൊരാശയം ഏകദേശം ഒരു എന്താ പറയാ 1960 മുതൽ ഇതിനെ കുറിച്ചിട്ടുള്ള ആശയങ്ങളുണ്ട്. 1960s മുതൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചുകളൊക്കെ നടന്നിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു 1970s തുടക്കത്തിൽ, അതായത് 1970 അവസാനത്തിലും 1980 തുടക്കത്തിലുമാണ് ഈ ഒരു ആശയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വന്നു തുടങ്ങിയത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ കൂടുതലായി തുടങ്ങിയത് എപ്പോഴാണ്? 1970 അവസാനത്തിലും 80കളുടെ തുടക്കത്തിലുമാണ്. ഓക്കെ, അപ്പൊ 60 മുതൽ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കുറച്ചും കൂടി അതിന്റെ കുറച്ചും കൂടി എന്താണ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത് 70കളുടെ അവസാനത്തിൽ 80കളുടെ തുടക്കത്തിലായിരുന്നു. ഓക്കെ, പിന്നെന്താ പറയുന്നത്? This led to the substitution of the idea of quantity of life by more a patient-centered concept of quality of life. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ശരിക്കും പറഞ്ഞാല് ജീവിതത്തിന്റെ നിലവാരം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നായിരുന്നു ആദ്യം ഈ ഒരു ഐഡിയ രൂപം പെട്ടത്. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് ആദ്യം ഉത്ഭവിച്ച ആശയം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന് മാത്രമായിരുന്നു. എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്?
ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? ജീവിതത്തിന്റെ അളവ് അല്ലെ, ജീവിതത്തിന്റെ അളവിന്റെ ആശയപരമായിട്ടുള്ള വിശദാംശങ്ങളാണ് ആദ്യകാലങ്ങളിൽ റിസർച്ച് ചെയ്തിരുന്നത്. പിന്നീടാണ് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എന്താക്കി മാറ്റിയത്, കൂടുതൽ കേന്ദ്രീകരിച്ചത് എന്തിലായിരുന്നു? ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന രീതിയിൽ. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ജീവിതത്തിന്റെ ഗുണനിലവാരം എന്നൊരു ആശയത്തിലേക്ക് എത്തിപ്പെട്ടു. അപ്പൊ ആദ്യം നമ്മൾ ആശയം തുടങ്ങിയത് എങ്ങനെയാണ്? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന രീതിയിലായിരുന്നു. പിന്നീടാണ് എന്തിലേക്ക് ഡെവലപ്പ് ചെയ്തു വന്നത്? ക്വാളിറ്റി ഓഫ് ലൈഫ് അഥവാ ജീവിതത്തിന്റെ ഗുണനിലവാരം എന്ന രീതിയിലേക്ക് ഇത് എത്തപ്പെട്ടു. ഓക്കെ, ഇനി ഗുണനിലവാരം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ പേഷ്യന്റിന്റെ കാര്യത്തിൽ പേഷ്യൻസിന്റെ ആവശ്യകതകൾ, അവരുടെ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഈ ഒരു കോൺസെപ്റ്റിന് ഒരു അർത്ഥം ഉണ്ടാവും അല്ലെ. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ എന്താണ്? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം അല്ലെ, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടണം. മാത്രമല്ല അവർക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ട് അല്ലെ, ഹെൽത്ത് കെയർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, അത് അവർക്ക് നേടിയെടുക്കാൻ പറ്റണം. ഹെൽത്ത് കെയറിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് അവർക്ക് ലഭിക്കണം അല്ലെ, നല്ല രീതിയിൽ അനുഭവങ്ങൾ മാത്രം ഉണ്ടാവണം. പേഷ്യൻസ് ഉണ്ടാവുമ്പോൾ മാത്രമേ അത് പൂർണ്ണമായിട്ട് ഓരോ പേഷ്യൻസും സംതൃപ്തരായെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോ കൂടുതലും ഇവിടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ രണ്ട് ആസ്പെക്ട്സുകൾ കൂടി ചേരുന്നുണ്ട്. ഒന്ന് എന്തൊക്കെയാണ്? അതിനെയാണ് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് അർത്ഥമാക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റുമായിട്ട് ഇന്റർലിങ്ക് ചെയ്യുന്നുണ്ട്. എന്താണ് മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ബഹുമുഖ ആശയം എന്ന് പറയുന്നത്. അതായത് ബഹുമുഖം എന്ന് വെച്ചാൽ ഇരുവശങ്ങളുള്ളത്. ഇരുവശം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു ഹോസ്പിറ്റലിലെ ഇരുവശങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ അല്ലെ. നമുക്കൊരു ഹോസ്പിറ്റലിൽ രണ്ട് തരം സർവീസസ് വരുന്നുണ്ട് അല്ലെ. ഒന്ന് നോൺ മെഡിക്കൽ ഉണ്ട്, മെഡിക്കൽ സർവീസസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് സർവീസസിൽ നിന്നും പേഷ്യൻസിന് എന്ത് കിട്ടണം? ഏറ്റവും നല്ല രീതിയിൽ നിലവാരമുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നിലവാരമുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ആവശ്യകതകൾ അവർക്ക് നിറവേറ്റിപ്പെടുമ്പോൾ മാത്രമേ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ മെഡിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും അതിലെ? മെഡിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരും? ട്രീറ്റ്മെന്റ് അല്ലെ, ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് ഏരിയ, അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് അല്ലെ. അപ്പൊ അവരേത് അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റണം, രോഗം എന്താണെന്ന് അവർക്ക് ഡയഗ്നോസിസ് കണ്ടെത്താനും അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാത്തരം സർവീസസ് അവർക്ക് ലഭ്യമാകാം അല്ലെ. ഈ നോൺ മെഡിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഉൾപ്പെടും? ഹോസ്പിറ്റൽ അതർ ഫെസിലിറ്റീസ് ആണ് വരുന്നത് അല്ലെ. ഹോസ്പിറ്റൽ അതർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നോൺ മെഡിക്കൽ എന്ന് പറയുമ്പോൾ? അതർ ഇവിടെ എല്ലാം ഉൾപ്പെടും. അതായത് അതർ ഡിപ്പാർട്ട്മെന്റ്സുകൾ വരും, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ പെരുമാറ്റം വരും, പിന്നെ കമ്മ്യൂണിക്കേഷൻ മുതലായ മറ്റ് ആസ്പെക്ട്സുകളെല്ലാം തന്നെ നോൺ മെഡിക്കലിൽ വരും. ആംബുലൻസ് ഉൾപ്പെടെ മറ്റെന്ത് ഫെസിലിറ്റി, അതായത് മറ്റെല്ലാ സപ്പോർട്ടിംഗ് സർവീസസ് എല്ലാം എന്തിൽ വരും? നോൺ മെഡിക്കൽ ആസ്പെക്ട്സിൽ വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ് എന്ത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാൻ കാരണം ഇവിടെ രണ്ട് ആസ്പെക്ട്സുകൾ ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ ഉണ്ട്, നോൺ മെഡിക്കൽ ആസ്പെക്ട്സുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള സേവനങ്ങളും പേഷ്യൻസിന് ഏറ്റവും നല്ല രീതിയിൽ ലഭ്യമാകുമ്പോൾ മാത്രമേ അവർ സംതൃപ്തരാകുള്ളൂ. ഓക്കെ, അതാണ് ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്നുകൂടി ബ്രീഫ് ചെയ്ത് പറയാം. അപ്പൊ ആരോഗ്യരംഗത്ത് ഏറ്റവും ദീർഘകാലമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ആശയമാണ് എന്ത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് ഫിനോമിനൻ അഥവാ എന്താണ്? ഇതൊരു പ്രതിഭാസമാണ്. അതായത് 1960-ലാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു ആശയം ഉടലെടുത്തത്. പിന്നീട് 70-കളുടെ അവസാനത്തിലും 80-കളുടെ തുടക്കത്തിലുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചുകൾ കൂടുതൽ ആക്ടിവേറ്റഡ് ആയത്. ഓക്കെ, ആദ്യകാലങ്ങളിൽ ഈ ഒരു ആശയം ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നായിരുന്നു. പിന്നീടാണ് ഇത് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന ആശയത്തിലേക്ക് രൂപാന്തരപ്പെട്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുക എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ആവശ്യകതകൾ, അവരുടെ ഹെൽത്ത് സർവീസസുകൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം ഒരേ രീതിയിൽ നല്ല മാനറിൽ ലഭ്യമാകുമ്പോൾ മാത്രമേ ഒരു പേഷ്യന്റ് സംതൃപ്തരാകുകയുള്ളൂ. ഇനി ഇതൊരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുന്നത് സർവീസസിന്റെ ഇരുവശങ്ങളെയാണ്. ഒന്ന് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ. ഈ രണ്ട് സർവീസിൽ നിന്ന് പേഷ്യൻസിന് ഏറ്റവും നിലവാരമുള്ള സർവീസസ് ലഭിക്കുമ്പോൾ മാത്രമേ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണോ? നിങ്ങളോട് പറഞ്ഞില്ല എന്ന് വേണ്ട, ഇപ്പോഴേ പറയാം. ഈ ഒരു ചാപ്റ്റർ തുടങ്ങി അവസാനിക്കുന്നത് വരെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇത് തന്നെ പറയാനുണ്ടാവുള്ളൂ കേട്ടോ. ബോറടിക്കരുത്, അതങ്ങനെയാണ് കേട്ടോ. അതന്നെ PS വേണ്ടി ഷോർട്ടാക്കി പറയാം.
ഇവിടുത്തെ ഒരു ടീച്ചർമാർക്ക് ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ ആണ് അത്. ആർക്കും ഇഷ്ടമല്ല ഈ ഒരു ചാപ്റ്റർ ബെറ്റർ എടുക്കാൻ. നിങ്ങളൊരു മില്ലാണ് എടുക്കാറുള്ളത്. മില്ലു മടിയായിട്ട് ഇങ്ങോട്ട് വന്നു. അങ്ങനെ മടിയാവുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത്? നിങ്ങളൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത്? ഷീനോ, ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പെരുമാറ്റം നോക്കും. ഓക്കെ, ട്രീറ്റ്മെന്റ് ആണോ എന്ന് നോക്കും. ഓക്കെ, പിന്നെ ഹൈജീൻ ആൻഡ് അഫോർഡബിൾ പ്രൈസസ് നോക്കും. ഡോക്ടർ നല്ലൊരു ഡോക്ടർ ആണെന്ന് നോക്കും. ഇതിനെല്ലാം നമ്മൾ ഒറ്റ പേരിൽ എങ്ങനെ പറയും? ഒരൊറ്റ പേരിൽ എന്തെങ്കിലും പറയാൻ പറ്റും? ഗുഡ് ഹോസ്പിറ്റൽ എന്ന് നമ്മൾ പറയുമ്പോൾ എന്തായിരിക്കും? അതെല്ലാം ഉൾപ്പെടും അല്ലെ? നല്ലൊരു ഹോസ്പിറ്റൽ ആണെന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. സ്റ്റാഫിന്റെ പെരുമാറ്റം, ഡോക്ടേഴ്സിന്റെ പെരുമാറ്റം, ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റ്, അവിടുത്തെ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടുകള്, മറ്റതർ ഡിപ്പാർട്ട്മെന്റ്സില്, മറ്റതർ സപ്പോർട്ടിംഗ് സർവീസസ് എല്ലാം ഇതെല്ലാം മികച്ചതാകുമ്പോൾ മാത്രമേ ആ ഹോസ്പിറ്റൽ നല്ലതാണെന്ന് ആയിരിക്കും പറയാറുള്ളൂ അല്ലെ? ഗുഡ് കൺസൾട്ടിങ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ എന്താണ് ഏറ്റവും നല്ല ഫെസിലിറ്റീസും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അത്യാവശ്യം നമ്മൾ ഓരോ പേഷ്യന്റ് ആഗ്രഹിക്കുന്ന എന്താണ്? നല്ലൊരു ഡോക്ടർ ആയിരിക്കണം, നല്ല രീതിയിൽ എന്റെ രോഗം കണ്ടുപിടിക്കണം, എന്റെ രോഗത്തിനുള്ള മരുന്നുകൾ നല്ല രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യണം, ആ മരുന്നുകൾ എനിക്ക് ഫലിക്കണം, ഹോസ്പിറ്റലിലെ മറ്റ് സർവീസുകൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലഭിക്കണം, അവിടെയുള്ള സ്റ്റാഫുകൾ നല്ല രീതിയിൽ ഒന്ന് പെരുമാറണം. ഇത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലെ? അതിൽ കൂടുതൽ ആരും ഇനിമ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയും മാത്രമാണ്. യെസ്, അത്രയും മതി ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ? എൻകേസ് ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും ആ ഡോക്ടർ മാത്രമായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വ്യക്തി അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം കൊണ്ടായിരിക്കും ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ നിലനിൽക്കുന്നത്. അതും ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. യെസ്, നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. Patient satisfaction is a measure of extent to which a patient is satisfied with the health care which they got from their health care provider. Patient satisfaction is concerned with how patient assess the quality of their healthcare experience. It is increasingly being evaluated in surveys of healthcare settings as measure of quality of care, together with the other dimensions of quality like access, relevance of requirements, effectiveness and efficiency. ഇനി ഇതിന്റെ മെഷർമെന്റ് ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ സംതൃപ്തരാകുന്നതെന്നാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. ഇവിടെ പറയുന്നത് എന്താണ്? ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ചിരിക്കുന്ന ആരോഗ്യ സേവനങ്ങളിൽ എത്രത്തോളം അവൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നതിന്റെ ഒരു അളവ് പോലാണ് എന്ത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം നോക്കിയിട്ടാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത് അല്ലെ? അയാൾക്ക് കിട്ടുന്ന ഹെൽത്ത് സർവീസസിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നത് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ നിലവാരം നിശ്ചയിക്കുന്നത് അല്ലെ? ഇനി രോഗിയെ സംബന്ധിച്ച് അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? മികച്ച രീതിയിലുള്ള ചികിത്സാ ഫലങ്ങളും അതേപോലെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിലെ ബിഹേവിയർ അല്ലെ? അതായത് നല്ല ക്വാളിറ്റി ലഭിക്കും, അതേപോലെ വിശ്വസനീയമായിട്ടുള്ള ചികിത്സകള്, പെരുമാറ്റങ്ങള്, എല്ലാ രീതിയിലുള്ള സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അതോടൊപ്പം തന്നെ എന്താണ് ഏറ്റവും നല്ല രീതിയിൽ ഗുണനിലവാരവും കാര്യക്ഷമത, അതായത് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സർവീസസ് ആയിരിക്കണം ഓരോ പേഷ്യൻസിനും ലഭ്യമാകേണ്ടത്. എന്നിരുന്നാൽ മാത്രമേ ആ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് അവന് ലഭ്യമാവുകയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇത് എങ്ങനെയായിരിക്കും മെഷർ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ ടൂൾ എന്ന് പറയുന്നത് ഒരു സർവേ ആണ്. ഓക്കെ, അപ്പൊ ആ സർവേയിലേക്കാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ സർവേയുടെ ഭാഗമായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. അതിനെ അളക്കാൻ വേണ്ടി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ? എത്ര നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള ക്വാളിറ്റി ആക്സസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ
ആവശ്യകതകൾ ഏതൊക്കെ രീതിയിലുള്ള റിക്വയർമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള എല്ലാത്തരം സംവിധാനങ്ങളും ഒരു നല്ല മാനറിൽ ആൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന രീതിയിൽ നമ്മൾ അതിനെ മെഷർ ചെയ്യും. ഇതൊന്നും അല്ലാട്ടോ, ഇതിൽ കൂടുതലായിട്ട് നമ്മളൊരു വലിയൊരു പാരഗ്രാഫ്, ഒരു ടേബിൾ പഠിക്കുന്നുണ്ട്. ആക്സസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, സർവേയിൽ കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അടുത്ത ഭാഗങ്ങളിൽ നോക്കും. ഓക്കെ, ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാം. ഈ ഇയേഴ്സ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 90, 60, 70 ആൻഡ് 80s എന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യാം. ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യാം. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യാം. Then patient satisfaction is a vital metric to scale overall healthcare quality with the help of patient satisfaction surveys. Continuous measuring of patient satisfaction and enhancing patient experience can be achieved in it is valuable to catch patient feedback with much effort. Patient satisfaction was evaluated by questionnaire developed with the patients gathered information about the time spent at appointments, travel costs, perceptions of quality of services, etc. ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു സർവേയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള ടൂൾ ആണ് എന്ത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഒരു ഹോസ്പിറ്റൽ ഒരു പേഷ്യൻസിന് എത്രത്തോളം നല്ല നിലവാരത്തിലുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഓൾറെഡി ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്താണ് പേഷ്യൻസിൽ നിന്ന് കുറെ ഒരു ക്വസ്റ്റിനെയർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, അതായത് ഒരു ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞാൽ ഒരു 10-25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമായിരിക്കും അല്ലെ, മാക്സിമം പോയ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസിൽ എന്തായിരിക്കും ആ ഹോസ്പിറ്റലിന്റെ സേവനത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അല്ലെ, സേവനത്തെ കുറിച്ചും അതോടൊപ്പം തന്നെ ആ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകാനുള്ള കുറെ കാരണങ്ങളും ചോദ്യങ്ങളും ആയിരിക്കും അതിൽ ഉൾപ്പെടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ പേഷ്യൻസിന് അത് കൊടുത്തതിന് ശേഷം അവരുടെ ഫീഡ്ബാക്കുകളാണ് നമ്മൾ ആ ക്വസ്റ്റിനെയറിൽ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫീഡ്ബാക്കുകൾ അനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആ ക്വസ്റ്റ്യൻസിൽ അല്ലെ, ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലത് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും. മിക്ക ഫോർമാറ്റും ഇങ്ങനെയായിരിക്കും, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കതും വരുന്നത്. യെസ്, ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് മെഷർ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഫീൽഡിലാണ് പേഷ്യന്റ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത് അല്ലെ. ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ബേസിസിലാവാം, അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റീസുകൾ സ്വീകരിക്കുന്നതിലാവാം, എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ അതർ സപ്പോർട്ടിംഗ് സർവീസസിലായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ പെരുമാറ്റത്തിലായിരിക്കാം, ഇതിലേതെങ്കിലും ഡോക്ടേഴ്സിന്റെ പെരുമാറ്റത്തിലായി ഇതേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഏറ്റവും കൂടുതൽ ഹൈ റേറ്റ് ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ എസ് ഓർണോ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ എസ് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതായത് അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതിലൊരു ആൻസർ ഏറ്റവും കൂടുതൽ ഒരു ക്വസ്റ്റ്യൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് മേഖലയിലാണ് പേഷ്യന്റ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ടൈം സ്പെൻഡ് അപ്പോയിന്റ്മെന്റ്സ്, എത്ര സമയം നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്താൽ പേഷ്യന്റിന് വെയിറ്റിംഗ് ടൈം വരുന്നുണ്ട്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. പിന്നെ ട്രാവൽ കോസ്റ്റ്സ് ആൻഡ് പെർസെപ്ഷൻസ് ഓഫ് ക്വാളിറ്റി സർവീസ്, ഓരോ പേഷ്യൻസും ഹോസ്പിറ്റലിൽ നിന്ന് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് എല്ലാ പേഷ്യൻസും ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് ക്വാളിറ്റി സർവീസസ് അല്ലെ, അവർക്ക് നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടണം, ഏറ്റവും സുരക്ഷിതമായിട്ടും ഏറ്റവും സേഫ് ആയിട്ടുള്ള മാനറിൽ അവർക്ക് ചികിത്സകൾ കിട്ടുമ്പോൾ മാത്രമേ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പൊ ഈ 2-3 ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും ആ ക്വസ്റ്റ്യനെയറിൽ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്, എന്തൊക്കെ രീതിയിലായിരിക്കും ആ ക്വസ്റ്റ്യനെയർ വരുന്നത് എന്നുള്ളത്. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്, ഇസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഒരു ഹെൽത്ത് കെയർ മേഖലയിലെ അണ്ടർലൈൻ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഹെൽത്ത് കെയർ മേഖലയിൽ ഓവറോൾ ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹെൽത്ത് കെയർ മേഖലയിലെ എല്ലാ വിശദാംശങ്ങളും നമുക്ക് മനസ്സിലാക്കാനും ദെൻ കൂടുതൽ ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഓൾറെഡി ഇത്തരം സർവീസസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആ ഒരു 3rd പാരഗ്രാഫിൽ പറയുന്നത്. ഇവിടെ ആദ്യത്തെ ഒരു പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി, അത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി നിങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്?
ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്യങ്ങൾ വഴിയാണോ? എങ്ങനെയാണ് നിങ്ങൾ അതിനെ കുറിച്ച് അറിയുന്നത്? നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാ? എന്തൊക്കെ നോക്കാറുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ആരെങ്കിലും പറയും അല്ലെ, അവർക്ക് അവിടെ പോയിട്ട് അവർക്ക് നല്ല സർവീസ് കിട്ടിയ അവരെന്ന് പറയും നല്ല ഹോസ്പിറ്റലാണ്, നമുക്ക് വേണ്ടി അവർ റെഫർ ചെയ്യും അല്ലെ. പിന്നെ അവരുടെ എക്സ്പീരിയൻസ് ആണ് അല്ലെ, ഫീഡ്ബാക്ക് പറയും അവര്. അല്ലെങ്കിൽ അവിടെ ഏറ്റവും നല്ലൊരു ഡോക്ടർ ഉണ്ട്. ഇപ്പൊ കാർഡിയോളജി ആണെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ആക്സസ് ചെയ്യുന്ന ഒരു നല്ലൊരു ഡോക്ടർ ഉണ്ടായിരിക്കും അല്ലെ. യെസ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ട് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല പല കാരണങ്ങൾ ഹോസ്പിറ്റലിനെ ചുറ്റി തന്നെ ഉണ്ട് അല്ലെ. യെസ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരാള് നമ്മളെ ആ ഒരു ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടോ കസിൻസോ ആരും ആയിക്കോട്ടെ, അയാൾ ഒരു ഹോസ്പിറ്റലിനെ പറ്റി നിങ്ങളോട് പറയണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കുമല്ലേ? എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാതെ നമ്മളോടത് പറയുമോ ഒരാൾ? ഇല്ല അല്ലെ. യെസ്. ഇനി അടുത്ത ഭാഗം അതാണ് കേട്ടോ. നോക്കാം. Patient satisfaction surveys are vital way to scale how your patient feel about their experience with your practice. Satisfied patients are more probable to recommend your practice to others, and they are also less probable to file complaints. Patient satisfaction is considered as one of the most important parameters of quality. The measurement of patient satisfaction is an important tool for research, administration, and planning. Yes. ഇനി ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നത് അവർക്ക് ഹെൽത്ത് കെയർ സർവീസസിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ മൂലമാണ് അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത് അല്ലെ. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ മാത്രമേ അവർ എന്ത് ചെയ്യൂ, അവർ തന്നെ കസിൻസിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യുള്ളൂ, അത് റെഫർ ചെയ്യുള്ളൂ അല്ലെ. അതായത് ആ ഹോസ്പിറ്റലിലെ ഏറ്റവും മികച്ച സേവനങ്ങൾ അവർക്ക് ലഭിച്ചത് കൊണ്ടാണ്, അവർ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് അത് മറ്റൊരാൾക്ക് അത് സജസ്റ്റ് ചെയ്യുന്നത് അല്ലെ, റെക്കമെൻഡ് ചെയ്ത്. എന്താണ് നമ്മൾ മറ്റേ പരസ്യം പറയില്ലേ, ചന്ദ്രിക, ഞാൻ എന്റെ ഫ്രണ്ട് റിയക്ക് റെക്കമെൻഡ് ചെയ്തു. അതേപോലെ ഇവിടെ എന്താ പറയുന്നത്, ആ പേഷ്യന്റിന് ഏറ്റവും നല്ല സർവീസസ് ഹോസ്പിറ്റലിൽ ലഭ്യമായത് കൊണ്ടാണ് അയാള് ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ അത് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, ശരി. ഇനി നമ്മളെ ഈ PS അഥവാ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ഒരു ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് കണ്ടെത്താൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഇത് അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട് കൂടിയാണ്? പല രീതിയിലുള്ള റിസർച്ചുകൾക്ക് വേണ്ടി നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് നടത്താറുണ്ട്. അതായത് ഹെൽത്ത് കെയർ മേഖലയിലെ രോഗികളുടെ മികച്ച രീതിയിലുള്ള പ്രകടനത്തിന് അല്ല അവരുടെ അനുഭവത്തിന്റെ ഒക്കെ വെളിച്ചത്തിൽ അതിന്റെ വിശദാംശങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ഈ സർവീസസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസുകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്ലാനിംഗ്, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലെ വിവിധ തരത്തിലുള്ള ആസൂത്രണ പരിപാടികൾക്ക് അല്ലെങ്കിൽ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് അല്ലെങ്കിൽ ആ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ ഇംപ്രഷൻസ് ഒക്കെ എന്താണ് നമ്മൾ പ്ലാനിങ്സിലും ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, യെസ്. അതായത് പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്താന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഈ സർവേ ചെയ്ത സമയത്ത് ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടാവും അല്ലെ. ചില ക്വസ്റ്റ്യൻസിന് ചില പേഷ്യൻസ് എന്താണ് സാറ്റിസ്ഫൈഡ് അല്ല എന്നൊരു ആൻസർ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ചിലപ്പോൾ സപ്പോർട്ടിംഗ് സർവീസസിലാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ റേഡിയോളജിയിൽ ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ മോശമാവുന്ന രീതിയിൽ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അടുത്ത പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ ആസൂത്രണ പരിപാടിയിൽ അത് എന്ത് ചെയ്യും, അതിനെ മറികടക്കാനുള്ള പരിഹാര മാർഗങ്ങൾ അല്ലെ, അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോസ് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആക്കാനുള്ള പദ്ധതികൾ അവരവിടെ ഈ സർവേ മുഖാന്തരം എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് അത് മറികടക്കാനായിട്ട് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ടെക്നിക്സ് ഒക്കെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ഒരു പർപ്പസസിന് മാത്രമല്ല, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെന്ന് മാത്രം കണ്ടെത്താൻ വേണ്ടിയല്ല, പല റിസർച്ചുകൾക്കും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പർപ്പസസിനും പ്ലാന് മുതലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മളിത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. ഇനി ഈ സർവേ അല്ലെങ്കിൽ PS എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ കുറച്ച് പോയിന്റ്സുകളായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്ത് വേറൊരു രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വായിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ഒരേപോലെയാണെന്ന് തോന്നും കേട്ടോ. വേറെ നോക്കാം. ഇവിടെ ഫസ്റ്റ് വരുന്നത് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ. രണ്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്, ഒരു ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. ഈ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്തിനെ തന്നെയാണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പറയുന്ന മറ്റൊരു നെയിം ആണ് കേട്ടോ, ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ,
is a receive index for ascertaining the quality service and the way in which they are given by medical staff. Satisfaction with the physician, nurses, equipment, housekeeping, billing, and food service are the main determinants of overall satisfaction in hospital patients. ഇനി ഒരു ഹോസ്പിറ്റലില് ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അവന് കിട്ടേണ്ടത് ക്വാളിറ്റി ഉള്ള സർവീസസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഈ ക്വാളിറ്റി സർവീസസ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആരൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആരൊക്കെയാണ്? പേരുകൾ നോക്കൂ. ആരൊക്കെയാണ്? ഫിസിഷ്യൻ, നഴ്സ് ഉണ്ട്, എക്യുപ്മെന്റ്സ്, ഹൗസ് കീപ്പിംഗ് സർവീസസ്, ബില്ലിംഗ് ആൻഡ് ഫുഡ് സർവീസ്. ഇത് ആറും എത്താണ് മെയിൻ ആയിട്ടുള്ള ഡിറ്റർമിനൻസുകളാണ്. അതായത് ഒരു പേഷ്യന്റിനെ ഓവറോൾ ആയിട്ടൊന്ന് സാറ്റിസ്ഫൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പറഞ്ഞ രീതിയിലുള്ള എല്ലാ സർവീസിൽ നിന്നും അവർക്ക് സംതൃപ്തമായിട്ടുള്ള ഒരു സർവീസ് ലഭ്യമാകുമ്പോൾ മാത്രമേ ഒരു പേഷ്യന്റ് സംതൃപ്തനാവുകയുള്ളൂ കേട്ടോ. എന്തൊക്കെയാണ്? ഒന്ന് ഫിസിഷ്യൻ, നഴ്സസ്, എക്യുപ്മെന്റ്സുകൾ, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ് ആൻഡ് ഫുഡ് സർവീസസ് ആർ ദ മെയിൻ ഡിറ്റർമിനൻസ് ഓഫ് ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ ഇൻ ഹോസ്പിറ്റൽ പേഷ്യന്റ്. ഓക്കെ, ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണെന്ത്? പ്രത്യേകിച്ച് ഇപ്പറഞ്ഞ ഡിറ്റർമിനൻസുകളുടെ സ്വാധീനം മൂലം അവർ സാറ്റിസ്ഫൈഡ് ആവുകയും വേണം. ഓക്കെ, മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ്. അതായത് മെഡിക്കൽ സ്റ്റാഫുകൾ അവർക്ക് കൊടുക്കുന്ന പരിചരണം, അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെ അടിസ്ഥാനത്തിലേ അവര് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഓക്കെ, ഇത്രയുള്ളത് കേട്ടോ. നെക്സ്റ്റ്, the patient satisfaction is predominant importance in ensuring better quality on the way to total quality management. Since the patient is one who decide the quality, who receive the goods or services, who pursues the other accepted, who decides your market strategies, who provide correct feedback about performance of the hospital and make success the program of total quality management. Yes, ഇവിടെയും പറയുന്നത് PS നെ കുറിച്ച് തന്നെയാണ് അല്ലെ. യെസ്, എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്വാളിറ്റി സർവീസസ് കിട്ടുന്നത് അല്ലെ, ഏറ്റവും മികച്ച രീതിയിൽ ഗുഡ് സർവീസസുകൾ. അതായത് നേരത്തെ പറഞ്ഞ വിറ്റമിൻസുകൾ മാത്രമല്ല, അതിനകത്ത് മറ്റു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അതായത് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഹോസ്പിറ്റലിലെ എല്ലാത്തരം സ്ട്രാറ്റജീസുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ മറ്റ് പെർഫോമൻസുകൾ, മൊത്തത്തിലുള്ള ഹോസ്പിറ്റലിൽ ടോട്ടൽ പ്രോഗ്രാംസ് എല്ലാം കൂടി, അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വരെ, അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ എല്ലാ സർവീസസും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു പേഷ്യൻസിന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സർവീസസ് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നതും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നതിന്റെ മറ്റൊരു ആസ്പെക്ട്സ് ആണ് അല്ലെ. ക്വാളിറ്റി ആയിട്ടുള്ള സർവീസസ് കൊടുത്താൽ മാത്രമേ പേഷ്യന്റ് സംതൃപ്തരാവുകയുള്ളൂ. ഓക്കെ, അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ ഇമ്പോർട്ടന്റ് ഫിനോമിന ഇൻ ദ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? കൊടുക്കുന്ന സേവനങ്ങളിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളിൽ ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിലുള്ള ഗുഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമേ അവര് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ കേട്ടോ. അതായത് ഹോസ്പിറ്റലിലെ ടോട്ടൽ പ്രോഗ്രാം എങ്ങനെയായിരിക്കണം? ഏറ്റവും നിലവാരമുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ പേഷ്യൻസിനെ സംതൃപ്തരാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. യെസ്, നെക്സ്റ്റ് വൺ 3. നമ്പർ 3 നോക്കൂ. Patient satisfaction are assigned how the patient has recognized the other qualitative aspects of care and can be used as a substitute measure of those aspects. വായിച്ചു വയ്ക്കും. മൂന്നാമത്തെ പോയിന്റ്. പറയുന്നത് പരിചരണത്തിന്റെ മറ്റു വശങ്ങളെ രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതാണ്. അതായത് മറ്റു വശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു പേഷ്യന്റിന്റെ പരിചരണം എന്ന് പറയുന്നത് 3 രീതിയിലായിരിക്കണം നടക്കേണ്ടത്. ഈ 3 രീതികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കണം? ഒന്ന്, എഫിഷ്യന്റ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, പിന്നെന്താണ്? സേഫ് ആൻഡ് സെക്യൂർ മാനറിലായിരിക്കണം കൊടുക്കേണ്ടത്. അത് കൃത്യമായി ടൈമിൽ 4 കാര്യങ്ങൾ അപ്പൊ അവിടെ വരും. അതായത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം? ക്വാളിറ്റി ആയിരിക്കണം, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കണം, സേഫ് ആൻഡ് സെക്യൂർ മാനിൽ അവർക്ക് ലഭ്യമാകണം. അതോടൊപ്പം തന്നെ എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങള് കുറെ സമയം കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതിയോ?
ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈമിൽ അല്ലെ ടൈമിലി മാനറിൽ അവർക്ക് ലഭ്യമാവുകയും ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ ഓരോ പേഷ്യൻസ് എന്താണ് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഓക്കെ, അതായത് പരിചരണത്തിന് മറ്റ് അസറ്റ്സുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആവുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് വഹിക്കുന്ന 4 അസറ്റ്സുകൾ ഏതൊക്കെയാണ്? ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്ന് പറയുന്ന പേരുകൾ അവിടെ കൊടുത്തിട്ടില്ല. എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് എഫക്റ്റീവ് ആയിട്ടും, അതായത് പേഷ്യൻസിന് കിട്ടുന്ന പരിചരണം എങ്ങനെയായിരിക്കണം? എഫക്റ്റീവ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം, ക്വാളിറ്റി സർവീസസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്, സേഫ് ആൻഡ് സെക്യൂർ മാനറില് ടൈംലി മാനറിൽ അവർക്ക് ലഭ്യമാകണം. എന്നിരുന്നാൽ മാത്രമേ ഒരു പേഷ്യന്റ് സംതൃപ്തനാവുകയുള്ളൂ. ഓക്കെ, മനസ്സിലായോ? യെസ്. And the fourth one, patient satisfaction is required for attaining the goal of healthcare since it influences the patient decision to follow prescribed treatments and seek professional health care in the future. Patients can evaluate the quality of care they get as they pay attention to all components of care, the science of medicine, the art of care, and the amenities of care. ഇനി fourth point എന്താ പറയുന്നത്? റിക്വയർമെന്റ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? നമ്മളിപ്പോ ഒരു സർവേ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി ക്വാളിറ്റി സർവീസസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർവേസ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഫ്യൂച്ചറിലെ പരിപാടികൾക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ പേഷ്യൻസിന്റെ ആ ഒരു ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ആവശ്യകതകൾ നമ്മളോട് പരിഗണിക്കുന്നുണ്ട്, അല്ലെ? അതായത് ഇന്നത്തേക്ക് മാത്രമല്ല നമുക്ക് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഭാവിയിൽ എന്താണ് ഫ്യൂച്ചറിൽ അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കണമെങ്കിലും ഇപ്പൊ കൊടുക്കുന്ന സർവീസസിൽ എന്തുണ്ടായിരിക്കണം? ഏറ്റവും ക്വാളിറ്റി ഉള്ള സർവീസസ് ആയിരിക്കണം പേഷ്യൻസിന് ലഭ്യമാക്കേണ്ടത്, അല്ലെ? അപ്പൊ ആരോഗ്യ സംരക്ഷണത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. ഓക്കെ, അതായത് ഹെൽത്ത് കെയർ മേഖലയിലെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. മറ്റെന്ത് അസറ്റ്സിനേക്കാൾ കൂടുതൽ എന്താണ് അവർക്ക് ആ ഒരു ആരോഗ്യ മേഖലയിലെ ഗോള് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ പേഷ്യൻസ് സംതൃപ്തരാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കണം, അല്ലെ? അതായത് അതിനുള്ള സർവീസസ് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് പേഷ്യൻസ് ക്യാൻ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് care they get as they pay attention to all components of care, the science of medicine, the art of care, and the amenities of care. നമുക്ക് ഈ ക്വാളിറ്റി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? ഹെൽത്ത് കെയർ മേഖലയിൽ നമ്മൾ ക്വാളിറ്റി എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതായത് ഒരു ആരോഗ്യ മേഖലയിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് രോഗികൾക്ക് ഇപ്പറഞ്ഞ രീതിയിൽ, അതായത് ഒന്ന് എന്തൊക്കെയാണ് കുറച്ച് കമ്പോണൻസുകൾ അവർക്ക് കൈവരിക്കേണ്ടതുണ്ട്. ഒന്ന് സയൻസ് ഓഫ് മെഡിസിൻ. സയൻസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് എന്താണ്? സയൻസ് ഓഫ് മെഡിസിൻ ഒരു ഹെൽത്ത് കെയർ മേഖലയിലെ ഏറ്റവും വൈറ്റൽ ആസ്പെക്ട്സ് ആണ് എന്താ? മെഡിസിൻ എന്ന് പറയുന്നത്, അല്ലെ? അതായത് ഒരു രോഗം കണ്ടെത്തി ആ രോഗിക്ക് കൊടുക്കുന്ന മെഡിസിൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? ആ രോഗം മാറാൻ കെൽപ്പുള്ള, അല്ലെ? ആ രോഗത്തിനെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള രീതിയിലുള്ള മെഡിസിൻസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലെ? ആ രോഗാവസ്ഥയെ മാറ്റാൻ പറ്റുന്ന മെഡിസിൻസ് ആയിരിക്കണം, നമ്മൾ ഡ്രഗ്സ് ആയിരിക്കണം, അവർക്ക് മെഡിക്കേഷൻസ് ആയിരിക്കണം ഓരോ രോഗികൾക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലെ? അതായത് ഒരു രോഗം വന്ന മെഡിസിൻ കൊടുത്താൽ മാത്രമേ അസുഖം മാറുകയുള്ളൂ, അല്ലെ? അപ്പൊ സയൻസ് ഓഫ് മെഡിസിൻ അതായത് കൊടുക്കുന്ന മെഡിസിൻസിന്റെ ആ ഒരു പ്രൊവൈഡ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മെഡിസിൻസ് ലഭ്യമായിരിക്കണം. അത് അവർക്ക് ഒരേപോലെ തന്നെ ഫലവത്താവുന്നിട്ടില്ല, അല്ലെങ്കിൽ ആ രോഗാവസ്ഥ മാറുന്ന രീതിയിലായിരിക്കണം അത്തരം മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ആർട്ട് ഓഫ് കെയർ, അവർക്ക് കൊടുക്കുന്ന പരിചരണം, അല്ലെ? സ്റ്റാഫുകൾ, മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകള് രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണം മികച്ച രീതിയിലായിരിക്കണം. ദെൻ ആൻഡ് അമെനിറ്റീസ് ഓഫ് കെയർ. എന്താണ് അമെനിറ്റീസ് ഓഫ് കെയർ എന്ന് പറയുന്നത്? പേഷ്യൻസിന് കംഫർട്ടബിൾ ആണ്, അല്ലെ? കംഫർട്ട്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. അമെനിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരിക്കും? അമെനിറ്റീസ് എന്ന് പറയുന്നത് പേഷ്യന്റ് കംഫർട്ട്, അല്ലെ? രോഗിക്ക് നമ്മൾ പരിചരണം കൊടുക്കുമ്പോൾ അവരുടെ കംഫർട്ട്നെസ് നോക്കിയിട്ടായിരിക്കണം നമ്മൾ അവരെ പരിചരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ എന്താണ് 24 hours നമുക്ക് അവരെ പരിചരിക്കാൻ സാധിക്കണം. 24 മണിക്കൂർ നമുക്ക് നല്ല രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കാൻ സാധിക്കണം. പിന്നെ എന്താണ് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ മറ്റ് സപ്പോർട്ടിംഗ് സർവീസ്, ഇപ്പൊ നമ്മുടെ ലോണ്ടറി അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ
എന്താ പറയാ കഫ്റ്റീരിയ തുടങ്ങിയ എല്ലാ മേഖലകളിൽ നിന്നുള്ള സർവീസസ് ഏറ്റവും ഗുഡ് ക്വാളിറ്റീസിലായിരിക്കണം പേഷ്യന്റിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി ഹോസ്പിറ്റലിലെ മറ്റ് എല്ലാ സപ്പോർട്ടിംഗ് സർവീസസിൽ നിന്നും പേഷ്യന്റിന് എന്ത് ലഭിച്ചിരിക്കണം, അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ്സ് ലഭ്യമാകുന്ന രീതിയിലായിരിക്കണം ഹോസ്പിറ്റൽ എന്നീ സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതാണ് എന്ത് അമ്യൂണിറ്റീസ് ഓഫ് കെയർ എന്ന് പറയുന്നത്. പേഷ്യൻസിന്റെ കംഫർട്ടാണ്. അതായത് 24 മണിക്കൂർ അവർക്ക് എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഒരേപോലെ നല്ല രീതിയിൽ ലഭ്യമാകുമ്പോൾ മാത്രമേ അവർ സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയാൻ സാധിക്കൂ. ഓക്കെ, അപ്പൊ ഒരു ഹെൽത്ത് കെയർ മേഖല, ആരോഗ്യ മേഖലയിൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കമ്പോണൻസുകളാണ് എന്ത്, ഒന്ന് സയൻസ് ഓഫ് മെഡിസിൻ, ആർട്ട് ഓഫ് കെയർ ആൻഡ് അമ്യൂണിറ്റീസ് ഓഫ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യട്ടോ. പേഷ്യൻസ് ക്യാൻ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് കെയർ, അവിടെ തുടങ്ങി അമ്യൂണിറ്റീസ് ഓഫ് കെയർ വരെ. ക്ലിയർ ആണോ? നമ്മൾ കുറെ നേരമുണ്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സർവേ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യനേഴ്സിലൂടെയാണ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ള ഭാഗങ്ങളാണ് 5th പോയിന്റിൽ പറയുന്നത് കേട്ടോ. നോക്കാം. Hospital satisfaction questionnaire asks respondents general questions in connection with the reception, administration, hospital cleanliness, signage, hospital food, etc. Patient satisfaction survey is important from the view of improvement of quality of services and to achieve the maximum satisfaction of the inpatients. ഇനി നമ്മൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ നമ്മൾ പൊതുവായ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത്. ഏതൊരു പേഷ്യന്റിന്റെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ ആഡ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും എന്താണ്, ഏറ്റവും അർത്ഥവത്തായ രീതിയിലുമായിരിക്കാം ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ജനറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയുമായി ബന്ധപ്പെട്ട് വരും? ഒന്ന് ഹോസ്പിറ്റൽ റിസപ്ഷൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷന്റെ സേവനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, ഹോസ്പിറ്റൽ ക്ലീൻനെസ്, സൈനേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. സൈനേജ് എന്ന് പറയുന്നത് എന്താണ്? അടയാളങ്ങളാണ്. അല്ലെങ്കിൽ ബോർഡ്സ്, സിഗ്നൽസ്, സൈൻ ഒക്കെ പറയുന്നത് നമ്മൾ അതൊക്കെ. അതായത് ഓരോ പേഷ്യൻസ് ഇപ്പൊ ചിലവര് നമ്മളിപ്പോ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. അവിടെ പല പല ബ്ലോക്കുകൾ, അതൊക്കെ ഓരോന്ന് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള പേഷ്യൻസിനെ സംബന്ധിച്ച് അവർ ആ ഹോസ്പിറ്റലിൽ വന്നാൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ അവരെന്ത് ചെയ്യും? ഒത്തിരി അറിയാത്ത പേഷ്യൻ, കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് അത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം ചിലവർക്ക് നമ്മൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വ്യക്തമായ രീതിയിൽ അടയാളങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ എവിടേക്കാണ് പോകേണ്ടത്, എവിടെയാണ് ആരൊക്കെയാണ് കാണേണ്ടത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഏത് സൈഡിലാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയാൽ മാത്രമേ, അതായത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് സൈനേജുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഹോസ്പിറ്റൽ ഫുഡ് അല്ലെങ്കിൽ മറ്റ് മുതലായ കാര്യങ്ങൾ, അതായത് ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ട് ആ ക്വസ്റ്റ്യനറിൽ വരുന്ന പ്രധാന പോയിന്റ്സുകളാണ് കേട്ടോ. കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു 10-15 നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇത്തരം ജനറൽ ക്വസ്റ്റ്യൻസ്, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തിലുണ്ടാവും, ആ ക്വസ്റ്റ്യനറിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നത് മിക്കതും എങ്ങനെയുള്ള പേഷ്യൻസിലാണ്, ഇൻ പേഷ്യൻസിലാണ് നമ്മൾ ഈ സർവേ കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. ഇൻപേഷ്യൻസ്, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിൽ മാക്സിമം അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നതായി അവരെ ആയിരിക്കും കൂടുതലായിട്ട് ആ സർവീസസുകൾ ആക്സസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് കണ്ടെത്താൻ കൂടിയിട്ട് നമുക്ക് എന്താണ് ഇൻപേഷ്യന്റ്, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ് നമുക്ക് ഈ ഒരു സർവേ കൃത്യമായിട്ട് രീതിയിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് എത്രത്തോളം ക്വാളിറ്റി സർവീസസ് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് അഡ്മിറ്റഡ് പേഷ്യൻസിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്സ് ലഭിക്കാനായിട്ട് ഈ സർവീസസ് സഹായിക്കും കേട്ടോ. യെസ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ക്ലാസ് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ 5 പോയിന്റ്സ്, ഇൻട്രൊഡക്ഷൻ മുതൽ 5 പോയിന്റ്സ് നന്നായിട്ട് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഒരു പേഷ്യന്റ് എങ്ങനെയൊക്കെയാണ് സംതൃപ്തരാകുന്നത്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ എങ്ങനെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മൂലം ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ തന്നെ പോയിന്റ്സിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് നിങ്ങൾ വായിച്ചു മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇതിലെ ഇയറുകൾ നന്നായിട്ട് പഠിക്കണം. ഇയർ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഈ ഒരു ഭാഗം പഠിക്കാം.
ഫസ്റ്റ് നമ്മൾ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ കണ്ടില്ലേ, അതിൽ ആരിൽ നിന്നൊക്കെയാണ് ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നതെന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആരിൽ നിന്നൊക്കെയാണ്? ഫിസിഷ്യൻ, നഴ്സ്, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ് ആൻഡ് ഫുഡ് സർവീസസ്. അത് മെയിൻ ഡിറ്റർമിനൻസ് ഓഫ് ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസിന്റെ അതൊന്ന് ചോദിക്കാറുണ്ട് എപ്പോഴും. അല്ലാതെ ഇതിന് പെട്ടെന്ന് ഈ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിന് വേറെ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. മിസ് ഈ മാസം എക്സാം ഉണ്ടാവോ? ഏ ഈ മാസം എക്സാം ഉണ്ടാവോ? അടുത്ത മാസം 8-ാം തീയതി നിങ്ങളുടെ ക്ലാസ് കഴിയും കംപ്ലീറ്റ് ആയിട്ട്. 8-ാം തീയതി തീരും. 8-ാം തീയതി തീർന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സമയമുണ്ട്. ഒരാഴ്ച കൂടുതൽ അല്ല, 2-3 ദിവസം നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആയിരിക്കും. അത് കഴിഞ്ഞാല് 3ഉം 4ഉം മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അടുപ്പിച്ച് നിങ്ങളുടെ ഓരോ മൊഡ്യൂൾസിന്റെ എക്സാം ആയിരിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം. ചിലപ്പോൾ 1-2 ദിവസം ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുപ്പിച്ചായിരിക്കുള്ളൂ കേട്ടോ. 8-ാം തീയതി തീരും. എന്റെ ലാസ്റ്റ് ചാപ്റ്റർ ഇത് കേട്ടോ. ഇതുകൂടി ഉള്ളു. എല്ലാവരും ഓരോരുത്തരും ഓരോ ടീച്ചേഴ്സും ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആയി എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലുതാണ്. പേപ്പറിൽ ഒരു ഇരിക്കാനുള്ള ചാപ്റ്റർ ഉണ്ട്. ഇന്നിപ്പോ എത്രാം തീയതി? 9-ാം തീയതി ആയില്ലേ? 6 എടുക്കാനുണ്ട്. 9. ഓക്കെ, ഏതെങ്കിലും ചാപ്റ്ററുകൾ എല്ലാം എടുത്തോന്നും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഏതെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് കണ്ടെത്തുന്നത്? ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് അതിന് പറയുന്നത്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ strongest determinant of hospital functioning. Ultimate goal of the hospital is contentment of its customer. Not only the satisfy and care for patients and families, but also positive outcome for the staff, the community and health organization. Patient satisfaction relies on workers' motivation, dedication and duty towards the patient. Objectives, the first objective എന്താണ് നോക്കിയേ. Health care institutions are basically patient centric. എന്താ പറയുന്നത്? ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എന്ത് കേന്ദ്രീകൃതമാണ്? പേഷ്യന്റ് അല്ലെ, രോഗി കേന്ദ്രീകൃതമാണ്. എല്ലാ ആരോഗ്യ മേഖലകളും അല്ലെ ആരോഗ്യ സ്ഥാപനങ്ങളും എന്താണ്? പേഷ്യന്റിന്റെ സംതൃപ്തിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ രോഗി കേന്ദ്രീകൃത സംവിധാനമാണ് അവർ ഫോളോ ചെയ്യുന്നത് അല്ലെ. അതാണ് എന്താ പേഷ്യന്റ് സെൻട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് തന്നെ പറയുന്നത് എന്താണ്? അവരുടെ ഇമ്പോർട്ടൻസ്, അവർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Okay, healthcare institutions are basically patient-centric. Okay. Yes. Then, അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നതും ആര് തന്നെയാണ്? പേഷ്യൻസ് ആണ്. Then, second objective എന്താണ്? Patient satisfaction is the strongest determinant of hospital functioning. Second one എന്താണ്? Patient satisfaction is the strongest അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്. ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റിന്റെ സംതൃപ്തിയാണ് അല്ലെ. അല്ലെങ്കിൽ മുഖ്യ ഘടകമായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്? അവരുടെ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. Then ultimate goal of the hospital is contentment of its customer. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ ഏറ്റവും പരമമായ ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കണ്ടന്റ്മെന്റ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി എന്നാണ് കേട്ടോ. കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നതും സംതൃപ്തിയാണ് കേട്ടോ, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷന്റെ മറ്റൊരു വേർഡാണത്. ഹോസ്പിറ്റലിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. അല്ലെങ്കിൽ ഇവിടെ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേഷ്യൻസിനെ തന്നെയാണ് കേട്ടോ. Not only to satisfy and care for patients and families, but also positive outcome for the staff, the community and health organization. ഇവിടെ നമ്മൾ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് പേഷ്യൻസിന്റെ ഫാമിലിക്ക് മാത്രമാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അല്ല. നമ്മള് ബാക്കിയുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓർഗനൈസേഷൻ ഇവയിൽ നിന്നെല്ലാം തന്നെ സംതൃപ്തമായ ഒരു സേവനം ലഭിക്കുന്നുണ്ടോ എന്ന് കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത് തന്നെ അല്ലെ.
യെസ്, അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കൂടി നമ്മൾ എന്താണ് ഇവിടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ. സ്റ്റാഫിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓർഗനൈസേഷൻ ഇവരിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള സേവനങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകുന്നുള്ളൂ അല്ലെ. യെസ്, അപ്പൊ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ദെൻ patient satisfaction relies on workers' motivation, dedication and duty towards the patient. Patient satisfaction relies on workers' motivation. എന്നാണ് ഫിഫ്ത് പോയിന്റിൽ പറയുന്നത്. ഇവിടെ അകത്ത് പെരുമാറുന്ന സ്റ്റാഫുകൾ അല്ലെ, അല്ലെങ്കിൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന മറ്റ് അതർ സ്റ്റാഫുകളാണ്. അവർ എങ്ങനെയായിരിക്കണം പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്? നല്ല രീതിയിൽ അവരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വർക്കേഴ്സിന് അവിടെ മോട്ടിവേഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ പേഷ്യൻസ് സംതൃപ്തരാകണമെങ്കിൽ, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ബെറ്റർ ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരെ പരിചരണം, അവർക്ക് കൊടുക്കുന്ന ഓരോ പരിചരണം നല്ല രീതിയിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക്, സ്റ്റാഫുകൾക്ക് നമുക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം അല്ലെ. അവർ മോട്ടിവേറ്റഡ് ആകുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ പേഷ്യൻസിന് അവർക്ക് ശ്രദ്ധിക്കാൻ, നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എല്ലാ വർക്കേഴ്സിനും നല്ലൊരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. അതായത് ഹോസ്പിറ്റലിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അപ്പം തന്റെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ അതിനെ കാണേണ്ടതുണ്ട്. അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇൻഡെപ്ത് ആയിട്ടുള്ള ആഴത്തിലുള്ള സേവനം തന്നെ അവർക്ക് കൊടുക്കേണ്ടതും ആരുടെ ലക്ഷ്യമാണ്, വർക്കേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കും. ഓക്കെ, അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, അവർക്ക് വേണ്ട രീതിയിലുള്ള മോട്ടിവേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്തൊക്കെയാണ്? ഒന്ന്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക് ആണ് അല്ലെ. പേഷ്യന്റ്, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും നോക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഹോസ്പിറ്റലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് എന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ഹോസ്പിറ്റൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമർ കണ്ടന്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പേഷ്യൻസിന്റെ മാത്രമല്ല നമ്മൾ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നത്. പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ എന്താണ്, അവിടുത്തെ കമ്മ്യൂണിറ്റി, ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി, അതർ ഡിപ്പാർട്ട്മെന്റ്സ്, സ്റ്റാഫുകൾ, ഇവരിൽ നിന്നുള്ള ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഔട്ട്കംസ് എല്ലാം തന്നെ ഒരേപോലെ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതായി തീർന്നാൽ മാത്രമേ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയി തീരുകയുള്ളൂ. ഇനി അതേപോലെ തന്നെ പേഷ്യൻസിനെ ഹോസ്പിറ്റൽ വർക്കേഴ്സ് വളരെ ഡെഡിക്കേഷനോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് ഹോസ്പിറ്റൽ നല്ല രീതിയിൽ ഓരോ വർക്കേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ മാത്രമേ പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ വർക്കേഴ്സ് അവരെ കൈകാര്യം ചെയ്യുകയുള്ളൂ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് പഠിക്കാനുണ്ട് കേട്ടോ, 5 പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ഭാഗം തുടങ്ങി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇത് മെഷർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്തൊക്കെയാണ്. അപ്പൊ ഈ പ്രാധാന്യം പഠിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ഭയങ്കര വൈഡ് ആയിട്ടാണ് പഠിക്കുന്നത്, ഭയങ്കര എക്സ്പ്ലനേഷൻസ് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിന് പ്രധാനമായിട്ടും ഇതിന് ഇമ്പോർട്ടൻസ് വരാനായിട്ട് 5 റീസൺസ് ഉണ്ട്. 5 കാരണങ്ങൾ കൊണ്ടാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടന്റ് ആവുന്നത്. ഈ 5 കാര്യങ്ങളിലെ ഓരോ റീസൺസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, 5 റീസൺസ് ആണ് ഈ ഒരു ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ബോക്സിൽ. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളത്, അതാണ് ഇനി കുറച്ച് സമയം പോകുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് പതിയെ പതിയെ എടുക്കാം, സമയമുണ്ട്. ഈ ഒരു ചാപ്റ്റർ അല്ല. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി നോക്കാം, മൊഡ്യൂൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും എടുത്തിട്ടില്ലേ എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനൊന്ന് അറിയിക്കാം കേട്ടോ. 3rd മൊഡ്യൂൾ എല്ലാം കംപ്ലീറ്റ് അല്ലേ? 3rd മൊഡ്യൂള് കംപ്ലീറ്റ് ആണ്. 4th എടുത്തോണ്ടിരിക്കുന്നത് നമ്മളാ. ഇതിൽ ടീച്ചർ എടുത്തത് HMS എടുത്തു, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉള്ളൂ. അതെ, അപ്പൊ ബാക്കി ടീച്ചേഴ്സിന്റെയും കൂടി നിങ്ങൾ നോക്ക്. 6th ചാപ്റ്റർ എന്താണ്? ചാപ്റ്റർ ഏതായിരുന്നു? ഓവർവ്യൂ ആണോ?
അതും വല്ലാത്തൊരു ചാപ്റ്ററാണ്. അത് എനിക്ക് തോന്നുന്നു മറ്റാതിര മിസ് ആതിര പി മിസ് എടുക്കേണ്ടി. ഓക്കെ, അത് കുറച്ച് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് തുടക്കം മാത്രം ഓവർവ്യൂവിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറെ ഫോർമുലാസ് ഇക്വേഷൻസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണനിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റേറ്റുകൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഭാഗങ്ങളാണ് അതിൽ കേട്ടോ. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഒക്കെ എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കുഴപ്പമില്ല അത്യാവശ്യം, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നുള്ളൂ. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത്യാവശ്യം പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഓർമ്മ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാം, നിങ്ങൾ പതുക്കെ പഠിച്ച് തുടങ്ങിക്കോ കേട്ടോ. മോക്ക് ടെസ്റ്റ് ഗൈഡൊക്കെ പതിയെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അധികം സമയം ലാസ്റ്റത്തേക്ക് വെക്കണമെന്നില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു, എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. കിട്ടുന്ന സമയം നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് പഠിക്കാൻ ശ്രമിക്കണേ, ഓരോ ചാപ്റ്റേഴ്സ്. അതേപോലെ തന്നെ ടെക്സ്റ്റും വായിക്കാം നന്നായിട്ട്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. മെയിൻ എക്സാമിന് ഫുൾ ഗൈഡിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗൈഡ് വാങ്ങിക്കാത്തവരുണ്ട്, വാങ്ങിക്കാം. ഓക്കെ, ശരി കേട്ടോ, താങ്ക് യു. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.